വോട്ടെണ്ണൽ ദിനത്തിലെ കാര്യങ്ങൾ ആണ് പ്രധാനമായും ചർച്ച ചെയ്ത് അതോടൊപ്പം തന്നെ നിലവിൽ ഇതുവരെ നടന്ന അതായത് ഏറ്റവും അവസാനം നടന്ന ഘട്ടത്തിലെ അടക്കമുള്ള തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ചർച്ച ചെയ്തു. എത്രത്തോളം വോട്ട് ലഭിക്കും എത്രത്തോളം സീറ്റ് ലഭിക്കും എന്നതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ച നടന്നു. ഓരോ സംസ്ഥാനത്തിനും ലഭിച്ച ഇൻപുട്ട് അനുസരിച്ച് എത്ര സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും എന്നുള്ളതാണ് ആദ്യം കണക്ക് കൂട്ടിയത്. അങ്ങനെ 295 എന്ന് പറയുന്ന ആ ഒരു സംഖ്യയിലേക്കാണ് ഇന്ത്യ മുന്നണി ഒരു അവസാനവട്ട കൺക്ലൂഷനിലേക്ക് എത്തിയത്. അങ്ങനെ 295 സീറ്റ് നേടിക്കൊണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഇവിടെ പ്രകടിപ്പിച്ചത്. ഇവിടെ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ യോഗത്തിന് എത്തിയിരിക്കുന്നു. സ്റ്റാലിന് പകരം TR ബാലു വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ യോഗത്തിൽ ശരത് പവാർ അടക്കമുള്ള നേതാക്കൾ ഈ യോഗത്തിന് വന്നിരുന്നു. അത് മമതാ ബാനർജി യോഗത്തിന് എത്താൻ കഴിയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും വിശദമായ ചർച്ച 2 മണിക്കൂറോളം 1.5 മണിക്കൂറോളം നീണ്ട ചർച്ച നടക്കുകയുണ്ടായി. ഇന്ത്യ മുന്നണി അവരുടെ ആത്മവിശ്വാസം ഇപ്പോഴും തുടരുകയാണ്. അതോടൊപ്പം തന്നെ വോട്ടിംഗ് മെഷീനിൽ എന്തെങ്കിലും കൃത്രിമത്വം നടന്നോ അല്ലെങ്കിൽ കൌണ്ടിംഗിൽ എന്തെങ്കിലും കൃത്രിമത്വം നടക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അവസാന ജാഗ്രത കൂടി പുലർത്തണമെന്നുള്ള നിർദ്ദേശവും ഇവിടെ നിന്ന് പ്രത്യേകം നൽകിയിട്ടുണ്ട്. അവസാനം വിജയിച്ചു റിസൾട്ടിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുവരെ കൌണ്ടിംഗ് ഏജന്റുമാർ ഈ കൌണ്ടിംഗ് ഹാളിൽ തുടരണമെന്നുള്ള നിർദ്ദേശവും പ്രത്യേകമായി ഇന്നത്തെ യോഗം നൽകുകയും ചെയ്യുന്നു. നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ഒരു റൗണ്ട് കംപ്ലീറ്റ് പൂർത്തിയാക്കി കഴിഞ്ഞ് മാത്രമേ അതിന്റെ ഉറപ്പാക്കിയിട്ട് മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൃത്യമായ ഒരു ഇൻസ്ട്രക്ഷൻ പോകണമെന്നുള്ളത് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അത് അറിയിക്കാനാണ് പോകുന്നത്. വളരെ നല്ലത്. ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനമാണ് കോൺഗ്രസ് അധ്യക്ഷൻ ഇവിടെ എല്ലാ പാർട്ടികളും ഞങ്ങളുടേതായ ഇന്റേണൽ സർവേകൾ അതോടെ സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാരുടെ ഇന്നിവിടെ കൂടിയ നേതാക്കന്മാരുടെ കൃത്യമായിട്ടുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള അവലോകനവും അസസ്മെന്റും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഫിഗറാണ് കോൺഗ്രസ് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞത്. ആ ഫിഗറിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങളുടെ ഗവൺമെന്റ് ഉണ്ടാക്കും. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.